ഫോൺ എന്തായാലും വിളിച്ചിട്ട് കിട്ടില്ല. സ്പീക്കർ എന്തെങ്കിലും പോയോ? അത് എന്താന്ന് അറിയില്ല. ആവശ്യമില്ല നമ്പർക്ക് വിളിച്ചാൽ എപ്പോഴും കീ എന്ന് പറയണം. നോക്കട്ടോ, അത് നോക്കാൻ. ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ അറിയില്ല ആർക്കും എങ്ങനെ വിളിച്ചിട്ട് കിട്ടാത്തത്? ഞാൻ എന്റെ മകനെ ഒരു 2-3 വിളിക്കും. ഓ ബാംഗ്ലൂരാണ് കുഞ്ഞു കുട്ടികളൊക്കെ. അപ്പൊ എപ്പ അടിച്ചാലും ഓരിങ്ങനെ പോണില്ല. ഓന്റെ നമ്പർ ഏതാ? ഓന്റെ നമ്പർ അതെ രണ്ടാമത്തെ ഈ സ്വത്ത് നേടി അടിക്കണ്ടല്ലോ. പോണ്ടോ? പോണ്ട്. അപ്പൊ കുഴപ്പത്തിലേക്കാരം കാണിപ്പിച്ച് നോക്കിയാ. അല്ലല്ല, ഇതിന്റെ കുഴപ്പമല്ല. അത് ആരാണ്? മകനാണോ? എന്റെ മകന്. മകനാണല്ലേ. ഒരു കാര്യം, ഞാനേ എന്റെ സിം ഒന്ന് മാറ്റിട്ടോ. ഇനി വിളിച്ചാ കിട്ടോ. ഇതിന് സിമ്മ് മാറ്റി. ഞാൻ ഇതിന്റെ നമ്പർ നിങ്ങൾക്ക് എഴുതി തരാം. ഞാൻ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്പർ കൊടുക്കും. നിങ്ങൾ പഴയ നമ്പർ മാറ്റിയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി വിളിച്ചാൽ കിട്ടുമോ? ഇനി വിളിച്ചാൽ കിട്ടും. ഓക്കെ, ആയിക്കോട്ടെ. ഇതാണ് ഇപ്പൊ ഇതിന്റെ നമ്പർ കേട്ടോ. ഈ നമ്പറാണ്. ഈ നമ്പർ. ഓക്കെ, കിട്ടും. അതിപ്പം നമ്പർ ഫ്രീ ആണ്. ഇപ്പൊ അത് സിമ്മ് ഫ്രീ ആണ്, കുഴപ്പമില്ല തന്നെ. ആയിക്കോട്ടെ കേട്ടോ. ഞാൻ പോട്ടെ. ശരി, വിളിച്ചാൽ കിട്ടുമല്ലോ. വിളിച്ചാൽ കിട്ടും. മനോ ഇത് പഴയ മഴത്തില്ല. പിന്നെ നാശായിട്ടുണ്ടോ? പിന്നെ നാശമായി വിളിച്ചിട്ട് കിട്ടില്ല. കുഴപ്പമെന്നാ സിമ്മൊക്കെ മാറ്റി തന്നെയല്ലേ? എന്നാലും ശരിയായിട്ടില്ല. എന്നാലും തന്നെ നിങ്ങൾ മോനെ വിളിച്ചിനോ? ഞാൻ ഒരു വട്ടം വിളിച്ചു. എന്റെ കുട്ടിയോട് വർത്താനം പറഞ്ഞു. പിന്നെ വിളിച്ച ജമ്മത്ത് കിട്ടൂല. ഈ ഫോണിന്ന് വേറെ ആരെയൊക്കെ വിളിച്ചാൽ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. എന്റെ കുട്ടിക്ക് മാത്രം വിളിച്ചാൽ കിട്ടൂല. ഒന്നൂടി നോക്കിയേ. ഇത് റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടാവില്ലേ? നിങ്ങൾ എവിടെ താമസിക്കണേ? അഞ്ചിന് മനസ്സിലായിട്ടില്ലേ? ഇല്ല. ഞാൻ നമ്മളെ പോയിന്റക്കരെ വട്ടപ്പുറത്തോ കുന്നത്ത് മൂസ. നിങ്ങൾ ഉബൈദിന്റെ ഉപയോഗിച്ചറിയാ? പിന്നെ ഉബൈദ് ഞാൻ ഒപ്പം പഠിച്ചല്ലേ തന്നെ. അതേതായാലും നന്നായി. ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഒരു കുഴപ്പമാക്കണ്ടത്. ഓൻ വൈകുന്നേരം നിങ്ങൾ വിളിച്ചോളൂ. ഇത് പ്രശ്നം, ഇത് അവിടെ റേഞ്ചിന്റെ പ്രശ്നമാണ്. അതാണല്ലേ? അത് ഈ കാലാവസ്ഥയുടെ കഴിക്കാരം. അതല്ലേ? അതിപ്പോ എന്താ റേഞ്ച്? ഇത് കല്യാണം കഴിഞ്ഞിട്ട് 12 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്കുണ്ടായത്. ഒന്നേ ഉള്ളൂ. എനിക്ക് ഒരു ദിവസം ഒന്നും കേട്ടോ വിളിച്ചില്ലെങ്കിൽ പൊറുക്കണം. ഞാനും ദിവസം ഒറ്റക്കല്ലേ ഉള്ളൂ പെരിയില്. അത് കുഴപ്പമില്ല കേട്ടോ. ഉബൈദ് നിങ്ങളെ വിളിക്കും. വൈകുന്നേരം വിളിക്കും. ഒരു കുഴപ്പമില്ല. റേഞ്ചിന്റെ പ്രശ്നമാണ്. ആയിക്കോട്ടെ, കാര്യം മതി കേട്ടോ. എന്നേ പൊട്ടുന്ന ശരി. ഹലോ. ഉബൈദ്, എടാ ഞാൻ യാസറടാ. പറയ്, എന്താ? പിന്നെ എന്റെ വാപ്പോട് വന്നിരുന്നു. മൂപ്പരെന്തോ മൊബൈല് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞിട്ട്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോ ഫോണിന് കംപ്ലൈന്റ് ഒന്നുമില്ല. അപ്പൊ ഈ നമ്പറൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താടാ എന്താ ചെയ്ത? അതെന്താന്നറിയാം, ഞാൻ ഒരു തിരക്കിലാണ്. ഇപ്പൊ പ്രൊമോഷൻ കിട്ടി. അപ്പൊ എന്റെ ഫ്ലാറ്റ് ഒന്ന് മാറണം, അതിന്റെ തിരക്ക്. പിന്നെ ഇപ്പൊ എന്തുപ്പാക്ക് ചോദിക്കാൻ, ഈ ചായ കുടിച്ചോ, ചോറുണ്ടോ, കുട്ടികളെവിടെ? ഞാൻ ഈ തിരക്കിൽ ഇതിന്റെ ഒക്കെ ഇടയിൽ എങ്ങനെ ഇപ്പൊ ഇതൊക്കെ പടം നടക്കും? എടാ എന്റെ വാപ്പല്ലടാ. ഒന്ന് ആലോചിച്ചോക്ക. ആ തന്തിയും തള്ളി ഒറ്റയ്ക്കല്ലേ. ഈ ബാംഗ്ലൂർ പോകാൻ വേണ്ടി മൂപ്പര് എത്രങ്ങാനും കഷ്ടപ്പെട്ടിട്ടാ എന്നെ കുറിച്ച് നിലയിലെത്തിച്ചത്. വളരെ മോശമായിപ്പോ. എന്തായാലും ഈ മൂപ്പരെ ഒന്ന് വിളിക്കട്ടോ. ആയിക്കോട്ടെ, ഞാൻ വിളിക്കാം. ഓക്കെടാ. ഓക്കെ. ഹലോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോനെ ഉബൈദേ, ഇത് വാപ്പയാണ്. അല്ല ഉബൈദേ, എത്ര ദിവസമായി വാപ്പ എന്നെ വിളിക്കണ്? എന്താ എന്റെ ഫോണിന് പറ്റിയേ? അതിപ്പോ ഞാനിപ്പോ പ്രൊമോഷനായിട്ടേ ഫ്ലാറ്റും മാറലൊക്കെ ആയിട്ട് തിരക്കാണിപ്പാ. ഇന്നേക്ക് ആകെ ബേജാറായി കേട്ടോ. ഉമ്മാക്ക് സുഖം തന്നെയല്ലേ? സുഖം തന്നെയല്ല, എനിക്ക് സുഖാണിപ്പാ. കുട്ടികൾക്ക് സുഖം തന്നെ. ആയിക്കോട്ടെ. കഴിക്കണ്ടപ്പാ. ആയിക്കോട്ടെ. അമ്മക്ക് വൈകുന്നേരത്ത് വിളിച്ചോട്ടെ ഉമ്മാക്ക് കേട്ടോ. ഉമ്മാക്ക് വിളിക്കാം. ആയിക്കോട്ടെ. ഇപ്പൊ പൈസ എന്തേലും വേണോ? പൈസ ഒക്കെ ഉണ്ട്. ഒന്നും വേണ്ട. പിന്നെ ഫോൺ ചെയ്ത് വിളിച്ചാ മതി ഒന്ന് കേട്ടോ. ഇന്നെ എപ്പോഴും വിളിച്ചാൽ കിട്ടുമോ? കിട്ടും. ഇനി കിട്ടും. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.